വന്ധ്യത ഉണ്ടാക്കുമോ? പുകവലി വന്ധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഇപ്പോഴും പുരുഷന്മാർ തന്നെയാണ് കൂടുതലും പുകവലിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കാദ്യം പുരുഷന്മാരെ അതെങ്ങനെ ബാധിക്കുമെന്ന് പറയാം. പുകവലിക്കുമ്പോൾ നമ്മൾ ആ വലിച്ചു കയറ്റുന്ന പുകയിൽ ഒരുപാട് കെമിക്കൽസ്, അത് കാരണം നമ്മുടെ ശരീരത്തിൽ, അതായത് ആ പുകയിലുള്ള കെമിക്കൽസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കയറുകയും നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പുരുഷന്മാരിൽ ഇത് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബീജത്തിൻ്റെ അളവ് കുറയും, അതായത് കൗണ്ട് കുറയുക എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇതിനെ ഒളിഗോസ്പെർമിയ എന്ന് പറയും. അതേപോലെ തന്നെ ബീജത്തിൻ്റെ ചലനം കുറയുന്നതായിട്ട് അസ്റ്റിനോസ്പെർമിയ എന്ന് പറയും. അപ്പോൾ കൗണ്ട് കുറയുന്നത് കൊണ്ടും ചലനം കുറയുന്നത് കൊണ്ടും വന്ധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, പുകവലി അധികമായിട്ടുള്ളവർക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോണിൻ്റെ അളവ് കുറച്ച് കുറയുന്നതായിട്ട് കാണാം. ഇത് കാരണം ഉദ്ധാരണക്കുറവും ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പുരുഷന്മാരിൽ ഉണ്ടാകാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പുരുഷൻ്റെ പകുതി ജനിതക മെറ്റീരിയൽ, അതായത് DNA ആണ് ബീജത്തിൻ്റെ ഉള്ളിലുള്ളത്. അതേപോലെ സ്ത്രീയുടെ പകുതി DNA മെറ്റീരിയലാണ് അണ്ഡത്തിലുള്ളത്. ഇത് രണ്ടും ചേർന്നാണ് ഒരു ഭ്രൂണമാവുന്നത്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉള്ളപ്പോൾ ബീജത്തിന് ഉള്ളിലിരിക്കുന്ന DNAക്ക് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ സ്പേംസ് ആയി പോകും. ഈ സ്പേമും അണ്ഡവുമായിട്ട് ചേർന്നുണ്ടാകുന്ന ഭ്രൂണത്തിനും ഇതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറവായിരിക്കാം. ഇങ്ങനത്തെ ഭ്രൂണങ്ങൾ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാതെ വരികയും, അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ അതിനൊരു ഭ്രൂണമായി ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാതെ വരികയും റിക്കറൻറ്റ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ പോലത്തെ അസുഖങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. ഇനി ഇംപ്ലാന്റ് ചെയ്താൽ തന്നെ ഇങ്ങനത്തെ പ്രഗ്നൻസീസിന് മിസ്കാരേജ് റേറ്റ്, അതായത് അബോർഷൻ ആകാനുള്ള റേറ്റ് വളരെ കൂടുതലാണ്. ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ പുരുഷന്മാരിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. ഒരു ചെറിയ ശതമാനം സ്ത്രീകളിലും ഇന്നത്തെ കാലത്ത് പുകവലി ഉള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ ഇതെങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ, സ്ത്രീകളിലും ഈ പറഞ്ഞ പോലെ സിമിലർ ആയിട്ടുള്ള എഫക്ട്സ് ആണ്. അതായത് അണ്ഡാശയത്തിലെ അണ്ഡങ്ങളുടെ റിസർവ് കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട്, അതായത് ഡിക്രീസ്ഡ് ഒവേറിയൻ റിസർവ്. അപ്പോൾ സാധാരണയായിട്ട് പ്രായം കൂടി ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് റിസർവ് കുറഞ്ഞാണ് ആർത്തവ വിരാമം സംഭവിക്കുക. ഇത് നേരത്തെ തന്നെ റിസർവ് സ്പീഡിൽ കുറയുകയും നേരത്തെ ആർത്തവ വിരാമം സംഭവിക്കാനുള്ള റിസ്ക്കും ഉണ്ട്. ബാക്കിയുള്ള എഗ്ഗിൻ്റെയും ക്വാളിറ്റി മോശമാകാം. ഇവിടെയും ക്വാളിറ്റി മോശമാകാനുള്ള ഒരു കാരണം ആ എഗ്ഗിനുള്ളിലുള്ള ഡാമേജ് കൂടുന്നത് കൊണ്ടാണ്. ഇത് കാരണം ഉണ്ടാകുന്ന ഭ്രൂണങ്ങളും ലോ ക്വാളിറ്റി ആയിരിക്കും. ഇത് കാരണം ഉണ്ടാകുന്ന പ്രഗ്നൻസീസിനും അബോർഷൻ റേറ്റ്സ് ഹൈ ആയിരിക്കും. സ്ത്രീകളിലും ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് മേജറായിട്ടുള്ള ഹോർമോൺസ്. ഇവർ തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ പീരിയഡ് സൈക്കിളിലെ ഓരോ ഘട്ടത്തിലും ഈസ്ട്രജൻ കൂടിയിരിക്കുന്ന സമയങ്ങളുണ്ട്, പ്രൊജസ്ട്രോൺ കൂടിയിരിക്കുന്ന സമയങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ നടന്നാലേ ഓവുലേഷനൊക്കെ നടക്കത്തുള്ളൂ. പക്ഷേ ഈ പുകവലിക്കുന്നവരിൽ ഇതിന് ഒരു ഇംബാലൻസ് ഉള്ളതായി കാണുന്നു. അപ്പോൾ ഇതും ഈ ഹോർമോണൽ ഇംബാലൻസും പുകവലി കാരണം ഉണ്ടാകാം. ഇതൊന്നുമല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി അഥവാ ട്യൂബിൽ യൂട്രസിന് പുറത്ത് ഉണ്ടാകുന്ന പ്രഗ്നൻസിയുടെ സാധ്യത പുക വലിക്കുന്ന സ്ത്രീകൾക്ക് പുക വലിക്കാത്തവരെ അപേക്ഷിച്ച് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ത്രീകളെ പുകവലി ബാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇൻ്റർവെൻഷൻ? ഇങ്ങനെയുള്ളവർക്ക്, പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്ധ്യതയായിട്ട് വരുന്നവരിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് പുകവലി നിർത്തുക എന്നുള്ളതാണ്. പുകവലി കുറയ്ക്കുക എന്നുള്ളത് ഒരു ഇൻ്റർവെൻഷൻ അല്ല. കാരണം ഇപ്പോൾ ഒരു പാക്ക് ഒരു ദിവസം വലിക്കുന്ന ഒരാളത് അര പാക്കായി കുറച്ചു എന്ന് പറഞ്ഞിട്ട് പുകയിലയുടെ സബ്സ്റ്റൻസസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് പോകുന്നില്ല. അതിൻ്റെ ഡാമേജ് അവിടെ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം നിർത്തുകയാണ് വേണ്ടത്. ചിലർക്കത് പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരാം പുകയില നിർത്താനായിട്ട്. ഓൾറെഡി DNA ഡാമേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് സ്പെർം DNA ഫ്രാഗ്മെൻറ്റേഷൻ പോലത്തെ ചില ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് നോക്കാൻ. അങ്ങനെയൊക്കെ കണ്ടാൽ ആൻറ്റി ഓക്സിഡൻറ്റ് തെറാപ്പി കുറച്ച് നാൾ കൊടുത്തു നോക്കാം. ഇതൊക്കെ ആയാലും ഓൾറെഡി എഗ്ഗിൻ്റെ അളവ് കുറഞ്ഞു, അല്ലെങ്കിൽ സിവിയറായിട്ട് ബീജത്തിൻ്റെ കൗണ്ട് കുറവാണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് IVF ചികിത്സ തന്നെ വേണ്ടി വന്നേക്കും.